സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ചില നിഗൂഢ ജീവികൾ ജീവിക്കുന്നു. എന്നാൽ അടുത്തിടെ ഉപരിതലത്തിനടുത്തായി അവയെ കൂടുതലായി നമ്മൾ കാണുന്നു. ഈ ജീവികളെല്ലാം സാധാരണയായി സമുദ്രത്തിന്റെ ആഴത്തിൽ ജീവിക്കുന്നു. അപ്പോൾ അവ ഇപ്പോൾ എന്തിനാണ് ഉയർന്നു വരുന്നത്? കടൽ രാക്ഷസൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? വരാനിരിക്കുന്നത് വൻ ദുരന്തമാണോ? ജൂതൻ പറഞ്ഞ ലോകാവസാനം ഇതാണോ? ഈ വീഡിയോയിൽ നമ്മൾ പരിവേഷണം ചെയ്യുന്ന ചോദ്യങ്ങളാണിത്. ശാസ്ത്രവും രാഷ്ട്രീയവും വേറിട്ട് നിർത്തണമെന്ന് ചിലർ പറഞ്ഞേക്കാം. എന്നാൽ സത്യം, ശാസ്ത്രം, പരിസ്ഥിതി, സമ്പദ് വ്യവസ്ഥ എന്നിവയെല്ലാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വ്യക്തമാക്കാം, ആരംഭിക്കാം. സമുദ്രത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം? വാസ്തവത്തിൽ ഈ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഈ മീനുകൾ ലോകത്ത് വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കി. ഇത് ലിവിയത്താന്റെ വരവിനെ പോലും സൂചിപ്പിച്ചു. ഒരു കടൽ ഭീകര ജീവിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിശാചിന്റെ ഒരു പ്രതീകമെന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ശരിക്കും ഇങ്ങനൊരു ജീവി ഉണ്ടോ? ഇന്ന് പ്രചരിക്കുന്ന ലിയാത്താന് പിന്നിലെ കഥ സത്യമാണോ? അതിന് പിന്നിലെ സത്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അത് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കാൻ പഴയ കുറച്ച് സംഭവങ്ങൾ പരിവേഷണം ചെയ്യേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു നൽകാം. ഇനിയും ഇതുവരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്തതും കണ്ടുപിടിച്ചിട്ടില്ലാത്തതുമായ ജീവികൾ ഒന്നല്ല ഒന്നിലധികം പ്രത്യക്ഷപ്പെടാം. ഇത് ശാസ്ത്ര ലോകത്തിനും വ്യക്തമാണ്. കാരണം ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് വ്യക്തമാക്കി തരാം. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഒരു ഓർഫിഷ് ഉപരിതലത്തിലേക്ക് വരുമ്പോൾ അത് ഒരു ദുരന്തത്തിന്റെ സൂചനയാണെന്ന് ഒരു പഴയ ജാപ്പനീസ് വിശ്വാസമുണ്ട്. ഈ വിശ്വാസമാണ് ഇന്ന് ഈ മീനുകളുടെ ഉപരിതലത്തിലേക്കുള്ള വരവും ലിവിയാത്താനും ചർച്ച ചെയ്യപ്പെടാനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ ഒരു വിചിത്ര മീൻപിടുത്തത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. 2023 ജനുവരിയിൽ ജപ്പാനിലെ ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ പോയി. അയാൾ വെള്ളത്തിലേക്ക് വലയെറിഞ്ഞു. അയാൾ അത് പിന്നിലേക്ക് വലിച്ചപ്പോൾ വളരെ നീളമുള്ളതും വിചിത്രവുമായ ഒരു മത്സ്യത്തെ കണ്ടെത്തി. അതിന് ഏകദേശം 6 മീറ്റർ നീളമുണ്ടായിരുന്നു. ഒരു പാമ്പിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു മത്സ്യം. ഇതൊരു സാധാരണ മത്സ്യമായിരുന്നില്ല. അത് ആഴക്കടലിൽ നിന്നാണ് വന്നത്. അതൊരു ആഴക്കടൽ ഓർഫിഷ് ആയിരുന്നു. ഈ മത്സ്യങ്ങൾ സാധാരണയായി ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ താഴെയാണ് ജീവിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ അവയെ വെള്ളത്തിലേക്ക് തിരികെ വിട്ടു. കാരണം ജാപ്പനീസ് വിശ്വാസം പറയുന്നത് ഓർഫിഷിനെ കാണുന്നത് ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നാണ്, പ്രത്യേകിച്ച് ഭൂകമ്പങ്ങൾ. 2011 ജപ്പാനിൽ ഒരു ഭീകരമായ ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിന് തൊട്ടുമുമ്പ് തീരത്ത് 20 ചത്ത ഓർഫിഷുകളെ കണ്ടെത്തി. എന്നാൽ ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകമെമ്പാടും ഓർഫിഷുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 2023 ഒരു മത്സ്യത്തൊഴിലാളി ഒരേ സമയം 50 ഓർഫിഷുകളെ പിടികൂടി. 2024 കാലിഫോർണിയയിൽ 3 തവണ ഓർഫിഷുകളെ കണ്ടു. 2025 ഫെബ്രുവരിയിൽ മെക്സിക്കോയിൽ ഒരു ജീവനുള്ള ഓർഫിഷിനെ കണ്ടെത്തി. അതാണ് ഏറ്റവും പുതിയതായി വൈറലായ വീഡിയോ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓർഫിഷിനെ കാണുന്നത് വളരെ അപൂർവമായിരുന്നു എന്നതിനാൽ ഇത് ആശ്ചര്യകരമാണ്. വാസ്തവത്തിൽ ഒരു ഓർഫിഷിന്റെ ആദ്യ തത്സമയ വീഡിയോ 2001 മാത്രമാണ് റെക്കോർഡ് ചെയ്തത്. എന്നാൽ വിഷയം ഓർഫിഷ് മാത്രമല്ല, മറ്റ് നിരവധി ആഴക്കടൽ ജീവികളും ഉപരിതലത്തിന് സമീപം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 10 മീറ്ററിൽ കൂടുതൽ നീളമുള്ള ജയന്റ് ഫാന്റം ജെല്ലി ഫിഷ്. സാധാരണയായി അവ വെള്ളത്തിനടിയിൽ 1 തൊട്ട് 2 കിലോമീറ്റർ ആഴത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ അന്റാർട്ടിക്കയിൽ അവയെ 80 മീറ്റർ ആഴത്തിൽ കണ്ടു. റഷ്യയിൽ മത്സ്യത്തൊഴിലാളികൾ വിചിത്രമായി കാണപ്പെടുന്ന ഒരു മത്സ്യത്തെ പിടികൂടി. ഇതൊരു സ്മൂത്ത് ലംഫിഷ് ആയിരുന്നു. സ്പെയിനിനടുത്ത് ഒരു ബ്ലാക്ക് സീ ഡെവിൾ ആംഗ്ലർ ഫിഷ് ഉപരിതലത്തിനടുത്ത് കാണപ്പെട്ടു. ഈ മത്സ്യം മനുഷ്യർക്ക് വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. ഈ ജീവികളെല്ലാം സാധാരണയായി സമുദ്രത്തിന്റെ ആഴത്തിൽ ജീവിക്കുന്നു. അപ്പോൾ അവ ഇപ്പോൾ എന്തിനാണ് ഉയർന്നു വരുന്നത്? സുഹൃത്തുക്കളെ, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിരവധി മത്സ്യങ്ങൾ ഇനിയും കാണപ്പെടും. അതാണ് ആഴക്കടലിന്റെ ഏറ്റവും വലിയ നിഗൂഢത. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71% വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ 5 പ്രധാന സമുദ്രങ്ങൾ ഇവയാണ്: പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, ദക്ഷിണ സമുദ്രം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും 94% സമുദ്രത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഇതാ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം: മനുഷ്യർ സമുദ്രത്തിന്റെ 5% മാത്രമേ പരിവേഷണം ചെയ്തിട്ടുള്ളൂ. അതായത് സമുദ്രത്തിന്റെ 95% ഇപ്പോഴും ഒരു നിഗൂഢതയാണ്. വാസ്തവത്തിൽ നമ്മുടെ സ്വന്തം സമുദ്രത്തിന്റെ അടിത്തട്ടിനേക്കാൾ മികച്ച ചൊവ്വയുടെ ഭൂപടങ്ങൾ നമുക്കുണ്ട്.
12 ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ 300 മണിക്കൂർ ചെലവഴിച്ചു. എന്നാൽ സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗത്ത് ഇതുവരെ എത്തിയത് 3 പേർ മാത്രമാണ്. അവർ 3 മണിക്കൂർ മാത്രമേ അവിടെ തങ്ങിയിട്ടുള്ളൂ. നമ്മൾ സമുദ്രത്തിൽ നോക്കിയാൽ മുകളിലെ പാളി കാണാൻ സാധിക്കും. തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ, സ്രാവുകൾ തുടങ്ങിയ മിക്ക കടൽ ജീവികളും സമുദ്രത്തിന്റെ സൂര്യപ്രകാശ മേഖല എന്ന് വിളിക്കുന്ന മുകളിലെ പാളി അവിടെയാണ് താമസിക്കുന്നത്. സൂര്യപ്രകാശം ഈ മേഖലയിൽ എത്തുന്നതിനാൽ ഇവിടെ സസ്യങ്ങൾക്ക് വളരാൻ കഴിയും. എന്നാൽ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പോയാൽ സമുദ്രം ഇരുണ്ടതായി തീരുന്നു. 10 മീറ്റർ ആഴത്തിൽ സൂര്യപ്രകാശത്തിന്റെ 16% മാത്രമേ ഉണ്ടാകൂ. 100 മീറ്റർ ആഴത്തിൽ സൂര്യപ്രകാശത്തിന്റെ 1% മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 1000 മീറ്ററിൽ സൂര്യപ്രകാശം ഒട്ടും തന്നെ ഇല്ല. സമുദ്രത്തിന്റെ അടിത്തട്ടിന്റെ ഭൂരിഭാഗവും ഏകദേശം 6000 മീറ്റർ ആഴത്തിലാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കടൽ അതിലും ആഴമുള്ളതാണ്. 6000 മീറ്റർ മുതൽ 11000 മീറ്റർ വരെയുള്ള ആഴത്തെ ഹഡാൽ സോൺ എന്ന് വിളിക്കുന്നു. സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗമാണിത്. ആ ഭാഗം ഇപ്പോഴും നിഗൂഢതകൾ നിറഞ്ഞതാണ്. അതിന്റെ 1% പോലും നമുക്ക് പര്യവേഷണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോഴും ചോദ്യം ബാക്കിയാണ്, ആഴക്കടൽ ജീവികൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ട്? നോക്കാം. 2ാം ലോക മഹായുദ്ധ സമയത്ത് നാവിക സോണാർ ഓപ്പറേറ്റർമാർ വിചിത്രമായ എന്തോ ഒന്ന് ശ്രദ്ധിക്കുന്നു. രാത്രിയിൽ കടൽ തീരം 100 കണക്കിന് മീറ്റർ ഉയർന്നതായി തോന്നി. എന്നാൽ വാസ്തവത്തിൽ കടൽ തീരം ഉയർന്നതല്ല. പകരം ധാരാളം മത്സ്യങ്ങൾ, കണവകൾ, പ്ലാങ്ടൺ എന്നിവ മുകളിലേക്ക് നീന്തുകയായിരുന്നു. ഈ പ്രതിഭാസത്തെ ഡീപ് സ്കാറ്ററിംഗ് ലെയർ എന്ന് വിളിക്കുന്നു. എല്ലാ ദിവസവും ദശലക്ഷക്കണക്കിന് സമുദ്ര ജീവികൾ സഞ്ചരിക്കുന്ന കടലിന്റെ മറഞ്ഞിരിക്കുന്ന യാത്ര സംഭവിക്കുന്നു എന്നതിന്റെ ആദ്യ സൂചനയായിരുന്നു അത്. അതിൽ ധാരാളം മൃഗങ്ങൾ ഉള്ളതിനാൽ ഡീപ് സ്കാറ്ററിംഗ് ലെയർ ശബ്ദത്തെ പ്രതിഫലിപ്പിക്കുന്നു. ചെറിയ സൂപ്ലാങ്ടൺ വരെയുള്ള കോടിക്കണക്കിന് ജീവികൾ എല്ലാ ദിവസവും ഉപരിതലത്തിലേക്ക് കുടിയേറുകയും പിന്നീട് ആഴത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. മനുഷ്യർ ശ്രദ്ധിക്കാതെ തന്നെ ദിവസവും സംഭവിക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ കുടിയേറ്റമാണിത്. എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു ചേർക്കുന്നതിനേക്കാൾ 25 മടങ്ങ് കൂടുതൽ ഭാരമുള്ള കോടിക്കണക്കിന് മൃഗങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ച് മുകളിലേക്കും താഴേക്കും നീന്തുന്നത് സങ്കല്പിക്കുക. ഈ ദൈനംദിന ചലനത്തെ DVM എന്ന് വിളിക്കുന്നു. ഈ കുടിയേറ്റത്തിന്റെ ഒരു ഗ്രാഫ് കാണിക്കുന്നത് പകൽ സമയത്ത് ധാരാളം മൃഗങ്ങൾ ഏകദേശം 400 മീറ്റർ ആഴത്തിൽ തങ്ങുന്നു എന്നാണ്. എന്നാൽ രാത്രിയിൽ അവ ഉപരിതലത്തിലേക്ക് നീങ്ങുന്നു. ഇതെല്ലായിടത്തും സംഭവിക്കുന്നു. പസഫിക് മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ, വടക്കൻ അറ്റ്ലാന്റിക് മുതൽ തെക്കൻ സമുദ്രം വരെ ഇത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ജീവികളെല്ലാം രാത്രിയിൽ ഇത്ര ബുദ്ധിമുട്ടുള്ള യാത്ര നടത്തുന്നത് എന്തുകൊണ്ടാണ്? ലളിതമായ ഉത്തരം ഇതാണ്: വേട്ടയാടപ്പെടാതെ ഭക്ഷണം കഴിക്കുക. പ്രകാശ സംശ്ലേഷണം ഉപരിതലത്തിനടുത്ത് മാത്രമാണ് സംഭവിക്കുന്നത്. അതിനാൽ ഫൈറ്റോപ്ലാങ്ടൺ, ചെറിയ സസ്യങ്ങൾ പോലുള്ള ജീവികൾ അവിടെ കാണപ്പെടുന്നു. നിരവധി ചെറിയ മത്സ്യങ്ങളും സൂപ്ലാങ്ടണും ഫൈറ്റോപ്ലാങ്ടണിനെ ഭക്ഷിക്കുന്നു. എന്നാൽ അവ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം അത് അപകടകരമാണ്. സ്രാവുകൾ, തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ എന്നിവ പകൽ വെളിച്ചത്തിൽ അവയെ വേട്ടയാടുന്നു. അതുകൊണ്ടാണ് അവ രാത്രിയിൽ നീന്തുകയും ഇരുട്ടിൽ ഭക്ഷണം കഴിക്കുകയും സൂര്യോദയത്തിന് മുമ്പ് ആഴത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നത്. സമീപ വർഷങ്ങളിൽ ഈ ദൈനംദിന ചലനം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം കാരണം പല ആഴക്കടൽ ജീവികളും ദിവസേന ദേശാടനം ചെയ്യുക മാത്രമല്ല, സ്ഥിരമായി ഉയരുകയും ചെയ്യുന്നു. ഭൂമി ചൂടാകുമ്പോൾ അവ ധ്രുവങ്ങൾക്ക് സമീപമുള്ള തണുത്ത പ്രദേശങ്ങളിലേക്ക് മാറുന്നു. കാരണം ആഗോള താപനത്തിൽ നിന്നുള്ള താപത്തിന്റെ ഭൂരിഭാഗവും സമുദ്രം ആഗീകരണം ചെയ്യുന്നു. കാലക്രമേണ ചൂട് വർദ്ധിക്കുമ്പോൾ സമുദ്ര താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? സൂര്യൻ ഉപരിതല ജലത്തെ ചൂടാക്കുന്നു, പക്ഷേ ആഴക്കടൽ തണുപ്പായി തുടരുന്നു. കാരണം സൂര്യപ്രകാശം അവിടെ എത്തില്ല. ചൂടുവെള്ളം ഭാരം കുറഞ്ഞതാണ്. അതിനാൽ അത് ഉപരിതലത്തിൽ തന്നെ തുടരും. തണുത്ത വെള്ളം അടിത്തട്ടിൽ തന്നെ തുടരുന്നു. ഈ 2 പാളികളും എളുപ്പത്തിൽ കൂടിച്ചേരുന്നില്ല. അതിനാൽ ഉപരിതലത്തിൽ നിന്നുള്ള ഓക്സിജൻ ആഴക്കടലിൽ എത്തുന്നില്ല. ഓക്സിജൻ ഇല്ലാതെ ആഴക്കടൽ ജീവികൾക്ക് അതിജീവിക്കാൻ പ്രയാസമാണ്. ഓക്സിജന്റെ അളവിൽ ചെറിയ കുറവ് പോലും അവയുടെ ജനസംഖ്യയിൽ വലിയ കുറവിന് കാരണമാകും. ആയിരക്കണക്കിന് വർഷങ്ങളായി ആഴക്കടൽ ജീവികൾ സ്ഥിരമായ ഓക്സിജൻ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു വരികയാണ്. ഇപ്പോൾ അവ ഓക്സിജൻ തേടി ഉപരിതലത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ അവ ഉപരിതല ജലത്തിൽ അതിജീവിക്കാൻ വേണ്ടി പ്രാപ്തരല്ല. പകൽ സമയത്ത് അവ മുകളിലേക്ക് വന്നാൽ സ്രാവുകൾ, തിമിംഗലങ്ങൾ തുടങ്ങിയ വേട്ടക്കാർ അവയെ ഭക്ഷിക്കും. ഇനി ആഴക്കടൽ മത്സ്യങ്ങൾ ഉപരിതലത്തിൽ കൂടുതലായി കാണപ്പെടും. കാരണം ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ അബിസൽ സോണിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നു. ഉപരിതല മൃഗങ്ങളെ അപേക്ഷിച്ച് ആഴക്കടൽ ജീവികൾ 4 മുതൽ 11 മടങ്ങ് വരെ വേഗത്തിൽ ദേശാടനം ചെയ്യാൻ കാരണമാകും. അടുത്തതായി എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, ഈ അവിശ്വസനീയമായ മൃഗങ്ങളിൽ പലതും
എന്നേക്കുമായി വംശനാശം സംഭവിച്ചേക്കാൻ സാധ്യത ഉണ്ടാവാം. ഈ ആഴക്കടൽ ജീവികളിൽ പലതും ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒന്ന്. എല്ലാ വർഷവും ശാസ്ത്രജ്ഞർ പുതിയ ആഴക്കടൽ ജീവിവർഗങ്ങളെ കണ്ടെത്തുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണം ചിലത് നമ്മൾ അവയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ അപ്രത്യക്ഷമാകുന്നു. ശരിക്കും ഇത് ആഴക്കടൽ ജീവികളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതവും ആഴക്കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ കാലാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന വലിയ അളവിൽ കാർബൺ ആഴക്കടൽ സംഭരിക്കുന്നുണ്ട്. എന്നാൽ കാലാവസ്ഥ വ്യതിയാനം കാരണം സമുദ്രത്തിന് കാർബൺ ഡയോക്സൈഡ് ആഗികരണം ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരികയാണ്. നമ്മൾ എത്രയും വേഗം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ നിഗൂഢ ജീവികളുടെ ഭാവിയും നമ്മുടെ ഗ്രഹവും അപകടത്തിലായേക്കാം. കാലാവസ്ഥ വ്യതിയാനം ഒരു ദീർഘകാല പ്രശ്നമാണെങ്കിലും ആഴക്കടൽ ജീവികൾക്ക് മറ്റൊരു അടിയന്തര ഭീഷണിയുമുണ്ട്: ആഴക്കടൽ ഖനനം. ഖനന കമ്പനികൾ കടലിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് സ്വർണവും വെള്ളിയും വേർതിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന ആഴക്കടലിൽ കുഴിക്കാൻ വലിയ യന്ത്രങ്ങൾ അയക്കാൻ അവർ പദ്ധതിയിടുന്നുണ്ട്. ചില രാഷ്ട്രീയക്കാർ ഈ നാശത്തെ പിന്തുണയ്ക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പോലുള്ള നേതാക്കളും കാലാവസ്ഥ വ്യതിയാനത്തെ നിഷേധിക്കുകയും വൻകിട ബിസിനസ്സുകൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. നരേന്ദ്രമോദിയും അത് തന്നെയാണ് ചെയ്യുന്നത്. ഖനനത്തിനായി ഹസ്തിയോ വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. നിക്കോബാർ ദ്വീപുകളും ഭീഷണിയിലാണ്. ഇപ്പോൾ മോദി സർക്കാർ കേരളത്തിനടുത്ത് ആഴക്കടൽ ഖനനം നടത്താൻ പദ്ധതിയിടുന്നു. കേരളത്തിലെ നിരവധി ആളുകൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു. ഈ ഖനനം സമുദ്രജീവികളെ ദോഷകരമായി ബാധിക്കുകയും തദ്ദേശവാസികളുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. നമ്മുടെ നദികളെയും മണ്ണിനെയും മലിനമാക്കിയ അതേ കമ്പനികൾ ഇപ്പോൾ ആഴക്കടലിനെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ശാസ്ത്രം, പരിസ്ഥിതി, സമ്പദ് വ്യവസ്ഥ എന്നിവയെല്ലാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. ലോകത്തെവിടെയും ആഴക്കടൽ ഖനനം ആരംഭിച്ചിട്ടില്ല. പക്ഷേ അത്യാഗ്രഹികളായ രാഷ്ട്രീയക്കാരും കമ്പനികളും അതുടൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിക്ക് ഇതിനുള്ള അനുമതി നൽകാൻ അധികാരമുണ്ട്. ഇതുവരെ ഒരു രാജ്യത്തിനും ആഴക്കടൽ ഖനനം നടത്താൻ അനുവാദം നൽകിയിട്ടില്ല. പക്ഷേ അത് ഉടൻ മാറിയേക്കാം. ഇതുവരെ 32 രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് സ്റ്റോപ്പ് ഡീപ് സീ മൈനിങ് ബിഫോർ ഇറ്റ് സ്റ്റാർട്ട്സ് എന്ന പേരിൽ ഒരു നിവേദനം ആരംഭിച്ചിരിക്കുന്നു. 3 ദശലക്ഷം പേർ ഇതിൽ ഒപ്പിട്ടു. നിങ്ങൾക്കും അതിൽ പങ്കുചേരാം. ഗ്രീൻ പീസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഈ ആഴക്കടൽ ജീവികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ആ ഓർമ്മപ്പെടുത്തലോടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ലിവിയത്താൻ നിഗൂഢതയെക്കുറിച്ച് സംസാരിക്കാം. വാസ്തവത്തിൽ അത്തരമൊരു ജീവി ഉണ്ടെന്നുള്ളതിൽ ഒരു കണ്ടുപിടുത്തങ്ങളും സംഭവിച്ചിട്ടില്ല. കടലിൽ അവയെ കണ്ടതായി കാണിക്കുന്ന ഓരോ വീഡിയോകളും കൃത്രിമമാണ്. അവ AI-യിൽ സൃഷ്ടിച്ചവയാണ്. കടൽ രാക്ഷസൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? വരാനിരിക്കുന്നത് വൻ ദുരന്തമോ? ജൂതൻ പറഞ്ഞ ലോകാവസാനം ഇതാണോ? ഈ ചോദ്യങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ജാപ്പനീസ് വിശ്വാസത്തിൽ നിന്ന് മാത്രമാണ്. അവയുടെ ശാസ്ത്രീയമായ ഉത്തരം മുകളിൽ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.